കുട്ടിക്കഥ പറയട്ടെ. മുന്നേക്കെ എൻ്റെ ഹയ്യസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 64-65 ആയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഞാൻ പാനിക് ആവുമായിരുന്നു. അയ്യോ 64-65 എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം. ബിക്കോസ് എൻ്റെ ബോഡിക്ക് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 60-62 ആയിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ വെയിറ്റ് 73 ആണ്. 73-74. ഒരു 6 മന്ത്സിലാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്തത്. പറഞ്ഞു വരുന്നതല്ല, ഇന്നലെ റാൻഡമായിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി മന്തിയും ഷവർമയൊക്കെ കുറേ നാൾക്ക് ശേഷം പുറത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം റാൻഡംലി എനിക്കറിയാവുന്നൊരു ചെറുക്കൻ ഫാസ്റ്റ് ചെയ്തിട്ട് അവൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുക കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, കഴിച്ച് ഇനിയും വണ്ണം വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിക്കാൻ വെച്ച ഫുഡ് എനിക്ക് അങ്ങോട്ട് ഇറങ്ങിയുമില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവനോട് തിരിച്ചു പറഞ്ഞു, നീയും കഴിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബോഡി ഷെയ്മിങ് ഈവൻ ഇഫ് ഇറ്റ്സ് എ ജോക്ക്. പലരും പല റീസൺസ് കൊണ്ടാണ് വണ്ണം വെക്കുന്നത്. ചിലർക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ചിലർക്ക് സ്ട്രെസ്സ് കാരണമാവും, ചിലർക്ക് PCOD അങ്ങനത്തെ ഇഷ്യൂസ് കാരണമാവും, അല്ലെങ്കിൽ ചിലർക്ക് അതായിരിക്കും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ബീങ് കൈൻഡ് കോസ്റ്റ് യു നത്തിങ്. നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് പറയുന്നതിന് മുമ്പ് തിങ്ക് അബൌട്ട് ദ അതർ സൈഡ്. കാരണം നമ്മൾ ഒന്ന് കൈൻഡ് ആയതുകൊണ്ടോ ഒരു അവരെ ഒന്ന് ഹേർട്ട് ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഹേർട്ട് ചെയ്യുമ്പം അത് മറ്റൊരാളുടെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ബീങ് കൈൻഡ് കോസ്റ്റ് യു നത്തിങ്. സോ ബി കൈൻഡ് ബിക്കോസ് യു ഡോണ്ട് നോ ദ ബാറ്റിൽസ് ദേ ആർ ഗോയിങ് ത്രൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. കൈൻഡ് ആവുക. ലെറ്റ്സ് സ്പ്രെഡ് ലവ്.